ശരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളുള്ളത് ഉഹുദ് മലയുടെ താഴെയാണ്. ഏതാണ് ഉഹുദ് മല അറിയങ്ങള്? ഇതാണ് ഉഹുദ് മല. 8 കിലോമീറ്റർ നീളവും 2 കിലോമീറ്റർ വീതിയുമുള്ള മലകളുടെ നേതാവ് എന്ന പേരിൽ അറിയപ്പെട്ട മലയാണ് ഉഹുദ് മല. സയ്യിദുൽ ജിബാൽ. കുറെ മല കണ്ടിട്ടില്ലേ ഈ നാട്ടില്? എല്ലാ മലയും ഒരുപോലല്ല. മലന്റെ ലീഡർ ഉഹുദ്. ഇതാണ് ഉഹുദ്. നമ്മുടെ നബിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മലയാണ് ഉഹുദ് മല. നബി അത് പറഞ്ഞൊരിക്കലും ഉഹുദിനോട്, ഉഹുദേ ഇന്നി ഉഹിബ്ബുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വയുഹിബ്ബുനി, നീ എന്നെയും സ്നേഹിക്കുന്നു. എനിക്കറിയാം. ഉഹുദിനോട് റസൂൽ സംസാരിച്ചു. ഒരിക്കലും ഇതിന്റെ മുകളിൽ റസൂൽ കയറി. കൂടെ അബൂബക്കർ സിദ്ദീഖും ഉമറുൽ ഫാറൂഖും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും റളിയല്ലാഹു അൻഹു, 3 ആള്, പ്രഗത്ഭരായ 3 സഹാബികൾ. നബി ഇതിന്റെ മുകളിൽ കയറിയിട്ടാകുമ്പോ ഉഹുദിന് സന്തോഷമായി. ഉഹുദിന് അറിഞ്ഞ് ഇത് വന്നത് കാര്യമായ ഗസ്റ്റ്. സന്തോഷം കൊണ്ട് ഉഹുദ് മല ഇളകാൻ തുടങ്ങി. ആലോചിച്ച് നോക്കണമെങ്കിൽ സന്തോഷം കൊണ്ട് ഉഹുദ് മല ഇളകാൻ തുടങ്ങി. അപ്പൊ ഉഹുദിനോട് റസൂൽ പറഞ്ഞു, ഉസ്ബത്ത് യാ ഉഹുദ്, ഉഹുദേ അടങ്ങൂ, ശാന്തമാകൂ ഉഹുദേ. അലൈക നബിയുൻ വസിദ്ദീഖുൻ വശഹീദാനി, നിന്റെ മുകളിൽ ഇപ്പോൾ ഉള്ളത് ഒരു നബിയാണ്, ഒരു സിദ്ദീഖുണ്ട്, അബൂബക്കർ സിദ്ദീഖ്, 2 ഷഹീദുണ്ട്. റസൂൽ പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവചനങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മള് റസൂലിന്റെ വാക്കുകൾ എല്ലാം വഹീന്റെ അടിസ്ഥാനത്തിലാണ് റസൂൽ പറയുന്നത്. 2 ആളെ നിർത്തിയിട്ട് പറയുന്നത് എന്താ അറിയോ? എന്റെ അടുത്ത് ഇപ്പൊ ഒരു സിദ്ദീഖുണ്ട്, 2 ഷഹീദുണ്ട്. ആരാ 2 ഷഹീദ്? ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാനെയും. അവരെ അടുത്ത് നിർത്തിയിട്ട് അവര് ജീവിച്ചിരിക്കുമ്പോൾ റസൂൽ പറഞ്ഞു, ഇവർ 2 ആളും സ്വാഭാവിക മരണമല്ല, ഇവർ 2 ആളും മരിക്കുന്നത് എങ്ങനത്തെ മരണം? ഷഹീദിന്റെ മരണം. ഇതിന്റെ മുകളിൽ റസൂൽ പറഞ്ഞ, റസൂൽ മരിച്ചതിന് ശേഷമാണ് അത് ലോകം കണ്ടത്. നമ്മുടെ റസൂൽ മരിച്ചതിന് ശേഷമാണ് ലോകം അത് കണ്ടത്. എന്ത്? ഉമർ മരിക്കുന്നത്. ഏതാ ഉമർ മരിച്ചാൽ നിങ്ങള്? മദീനത്തെ പള്ളിയിൽ നിന്ന്, നമ്മൾ നിസ്കരിച്ച പള്ളി ഉണ്ടല്ലോ, ആ മദീനത്തെ മസ്ജിദുൻ നബവിയുടെ മെഹ്റാബില് സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ 2ാമത്തെ റക്അത്തില് സൂറത്ത് യൂസുഫ് മനോഹരമായി ഓതിക്കൊണ്ടിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടിവയറ്റിലേക്ക് മാസങ്ങളായി കരുതി വെച്ച ഇരുതല മൂർച്ചയുള്ള ഒരായുധം കൊണ്ട് മെഹ്റാബിന്റെ മറവിൽ ഒളിഞ്ഞിരുന്ന ഒരു മജൂസി ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തി മലർത്തിയിട്ടു. ചോരയിൽ കുളിച്ചു ഉമർ റളിയല്ലാഹു അൻഹു മെഹ്റാബിൽ. ആദ്യത്തെ സൊഫിലെ ഏതാണ്ട് 11 ആളുകളെയും അയാൾ കുത്തി. ഉമർ റളിയല്ലാഹു അൻഹു മാത്രമല്ല, 1ാമത്തെ സൊഫില് 11 സഹാബികളെയും അയാൾ കുത്തി. അയാളെ പിടിക്കാൻ വേണ്ടി ബാക്കി സഹാബികൾ ഓടിയപ്പോ അയാള് സ്വന്തം ആയുധം അയാളെ ശരീരത്തിലേക്ക് ഇട്ടിട്ട് അയാൾ ആത്മഹത്യ ചെയ്തു. അയാളെ പിടിക്കാൻ കിട്ടിയില്ല. വലിയ പ്രതിസന്ധി ഉണ്ടായ ഒരു കാലഘട്ടമാണ് മുസ്ലിമീങ്ങൾക്കത്. ആ ചോരയിൽ കുളിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മകൻ അബ്ദുല്ലാനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അബ്ദുള്ള, ഉമ്മ ആയിഷ ബീവിയോട് ചോദിക്കണം, റസൂലും അബൂബക്കറും കിടക്കുന്ന ആ സ്ഥലത്ത് അമീറുൽ മുഅ്മിനീൻ എന്ന് പറയണ്ട, എന്റെ ഉപ്പ ഉമറിന് ഒരു സ്ഥലം തരോ ഒന്ന് ചോദിച്ചിട്ട് വാങ്ങി. മകനയക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, എന്റെ ഭർത്താവിന്റെയും എന്റെ ഉപ്പാന്റെ അടുത്ത് ഞാൻ കിടക്കണമെന്ന് വിചാരിച്ച് എനിക്ക് വേണ്ടി ഒരു സ്ഥലം ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഉമർ റളിയല്ലാഹു അൻഹു അത് ചോദിക്കുമ്പോ എനിക്ക് ആ ആവശ്യം നിരസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് വെച്ച ആ സ്ഥലം ഞാൻ ഉമറിന് കൊടുക്കാൻ. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ആ സ്ഥലത്ത് ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടില് നബീന്റെ ഖബർ, അടുത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ ഖബർ, പിന്നെ ഉമർ റളിയല്ലാഹുവിന്റെ ഖബർ. ആയിഷ റളിയല്ലാഹു അൻഹ ബഖീ ഖബർസ്ഥാനിലേക്ക് പുറത്തേക്ക് വന്നു. 2ാമത്തെ ആള് മരിച്ചത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മരിച്ചത് വീട്ടിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്നുണ്ടായ ആഭ്യന്തര പ്രശ്നം, വീട് വളഞ്ഞ്, വീട് തല്ലിപ്പൊളിച്ച്, വാതിൽ വെട്ടിപ്പൊളിച്ച് അകത്തേക്ക് കടന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുത്തിക്കൊന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ആദ്യത്തെ ചോര കത്തിയിൽ നിന്ന് കുത്തിയപ്പോ തെറിച്ചത് സൂറത്ത് ബഖറയിലെ ഒരു ആയത്തിലേക്കാണ്. ഫസയക്ഫീകഹുമുല്ലാഹ് എന്ന ആയത്തിലേക്കാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചോര
ഖുർആനിലേക്ക് തെറിച്ചു. നെഞ്ചിലേക്ക് ഖുർആൻ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് ലോകത്തോട് അദ്ദേഹവും യാത്ര ചോദിച്ചു, ഷഹീദായി. അത് റസൂൽ ഇതിന്റെ മോളിനാ പറഞ്ഞ് ഇവർ രണ്ടാളും ഭാവിയിൽ ഷഹീദാവും. അള്ളാന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാണ് ഉഹുദ് മല. ഒരാൾ ഒരു മയ്യത്ത് സ്കരിച്ചെങ്കിൽ ഒരു ഉഹുദ് മലന്റെ എത്ര കൂലിയുണ്ടെന്ന് കേട്ടിനങ്ങള്? ഉഹുദിന്റെ തൂക്കം എത്ര ഉണ്ടാവും? ഉഹുദിന് എത്ര കനം ഉണ്ടാവും? ഈ 8 കിലോമീറ്റർ നീളവും 2 കിലോമീറ്റർ വീതിയുള്ള ഈ മലക്ക് എത്ര കനം ഉണ്ടാവും? അത്ര കനമുള്ള ഇബാദത്താണ് ഒരു മയ്യത്ത് നിസ്കാരം. അത്ര കനമുള്ള ഇബാദത്താണ് ഒരാളെ ഖബറടക്കൽ. ഉംറയെല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് പോയെങ്കിൽ ഏതെങ്കിലും മയ്യത്ത് നിസ്കാരത്തിന് ചാൻസ് ഇട്ടെങ്കിൽ ആണുങ്ങളും പെണ്ണുങ്ങളും നിസ്കാരത്തിന് ചാൻസ് കിട്ടിയെങ്കിൽ വിട്ടറിലാവാം. പെണ്ണുങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കാം. ഭർത്താവ് മരിച്ചിട്ട് മയ്യത്ത് നിസ്കരിക്കാൻ പെടുന്നില്ല ഇപ്പോ പെണ്ണുങ്ങളെ. ഉപ്പ മരിച്ചിട്ട് മക്കളെ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുന്നില്ല പെൺമക്കളെ. എന്തൊരു ഗതികേട് നോക്കി നിങ്ങൾ. നമ്മളെ ഉപ്പാക്കി നമ്മളെ ഭർത്താവിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അവസാനത്തെ മനോഹരമായ യാത്രയപ്പാണ് ആ നിസ്കാരം. അതിന് അവകാശം തരുന്നില്ല. വിടരുത്. നമ്മള് അനുവാദമുണ്ട് ഇസ്ലാമില്. പുരുഷന്മാരങ്ങനെ ഏതെങ്കിലും മരിച്ചു തന്നെങ്കിൽ വീട്ടിലേക്ക് തുക്കും തിരക്കാക്കിയിട്ട് പോയിട്ട് ആ തുണി നീക്കിയിട്ട് മുഖം ഒന്ന് നോക്കിയിട്ട് ബേജാറാക്കിയിട്ട് പോകേണ്ടവരല്ല നമ്മള് നിസ്കാരത്തിന് കൂടണം. മയ്യത്ത് നോക്കിയിട്ട് പോകുന്നതിന് കൂലിയൊന്നുമില്ല. നിസ്കരിക്കുന്ന ആ കൂലി. നിസ്കരിച്ചാൽ മാത്രം പോരാ, പിന്നെ ഖബറടക്കാനും കൂടണം. കൈക്കോട്ട് പിടിക്കണം. 2 മണ്ണൊക്കെ വാരി വലിച്ചിടണം. നമ്മള് ഹാജിയാണ്. ഇനി പഴയതുപോലെ ഒന്നല്ല, മാറണം നമ്മള്. അതിന്റെ പ്രതിഫലം അറിഞ്ഞവരാണ്. ഉഹുദ് കണ്ടവരാണ്. ഉഹുദിന്റെ അത്ര കൂലിയുണ്ട് ഒരാളെ ഖബറടക്കിയാൽ. ഉഹുദിന്റെ അത്ര കൂലിയുണ്ട് ഒരു മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്താൽ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മലയുടെ ചെരുവിൽ ഇവിടെ ഒരു യുദ്ധം നടന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ 2ാമത്തെ യുദ്ധം. ബദറിന് ശേഷം ഉഹുദ്. ബദർ നടന്നത് ഹിജ്റയുടെ 2ാം കൊല്ലം. ഉഹുദ് നടക്കുന്നത് ഹിജ്റയുടെ 3ാം കൊല്ലം. ബദറിൽ മക്കയിലെ മുശ്രിക്കുകൾക്ക് മറക്കാനാവാത്ത പരാജയം ഉണ്ടായി. ആ പരാജയത്തിന് കണക്ക് തീർക്കാൻ വേണ്ടിയിട്ട് 3000 മുശ്രിക്കുകൾ മക്കയിൽ നിന്ന് വന്നു. വിവരറിഞ്ഞ റസൂല് മദീനത്ത് നിന്ന് 1000 ആളുകളെയും കൊണ്ട് റസൂലും പുറപ്പെട്ടു. 1000-ൽ വഴിയിൽ വെച്ച് 300 മുനാഫിക്കുകൾ മടങ്ങിപ്പോയി. 300 ആൾ മടങ്ങിപ്പോയി. ബാക്കി 700 പേരെയും കൊണ്ട് റസൂൽ യുദ്ധത്തിന് വന്ന് അതിൽ 50 ആള് ആ മലമുകളിൽ നിർത്തി. അതാണ് ആളുകൾ കയറി നിൽക്കുന്ന ആ ചെറിയൊരു മല. നിങ്ങൾ കണ്ടില്ലേ, ജബലുർ റുമാത്ത് എന്നാണ് അതിന്റെ പേര്. അതിന്റെ മുകളിൽ റസൂൽ ഒരു 50 ആളെ നിർത്തി. എങ്ങനത്തെ 50 ആളറിയോ? അന്നത്തെ യുദ്ധത്തിലെ അമ്പ്, അതിൽ വിദഗ്ധരായ ഒരു 50 ആളെ അമ്പ് ചെയ്തെങ്കിൽ മർമ്മത്തിന് കൊള്ളും. അങ്ങനത്തെ ഒരു 50 ആൾ അതിന്റെ മുകളിൽ. അത് കാര്യമായൊരു പോക്കറ്റായിരുന്നു. അതിലൂടെ ആക്രമണം വരാൻ സാധ്യതയുണ്ട്. റസൂൽ നേരത്തെ അറിഞ്ഞിട്ട് ആ ഭാഗം ക്ലോസ് ചെയ്തു. ബാക്കി 650 ആളും മക്കയിലെ 3000 മുശ്രിക്കുകളും തമ്മിൽ ഉഹദിൽ ഏറ്റുമുട്ടി. എന്തായി എന്നറിയോ? മുസ്ലിമീങ്ങൾ ജയിച്ചു. മുസ്ലിമീങ്ങൾ ഉഹദിന്റെ തുടക്കത്തിൽ മുസ്ലിമീങ്ങൾ ജയിച്ചു. മക്കയിലെ മുശ്രിക്കുകൾ തോറ്റ് തുന്നമ്പാടി 4 ഭാഗത്തേക്കും ചിതറിയോടി. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വാക്ക് മനഃപൂർവ്വമല്ലാതെ സഹാബികളുടെ കൂട്ടത്തിൽ ചില ആളുകൾ തെറ്റിച്ചത്. 50 ആളെ മലമുകളിൽ നിർത്തിയപ്പോൾ റസൂൽ പറഞ്ഞിരുന്നു, ഒരു കാരണവശാൽ നിങ്ങൾ താഴെ ഇറങ്ങാൻ പാടില്ല. മലമുകളിൽ നിന്ന് യുദ്ധം കഴിഞ്ഞാലും കരിക്കപ്പെട്ടാലും ഞങ്ങളെ കൊല്ലപ്പെട്ടാലും നിങ്ങൾ താഴെ ഇറങ്ങാൻ പാടില്ല. പക്ഷേ അവരാ വാക്ക് തെറ്റിച്ചു. യുദ്ധം കഴിഞ്ഞ് മുശ്രിക്കുകൾ പോയി എന്ന് നമ്മളിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. അത് റസൂൽ യുദ്ധം നടക്കുമ്പോഴാണ് പറഞ്ഞത് എന്നൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. മലമുകളിലുള്ള ആൾക്കാർ താഴെ ഇറങ്ങി. താഴെ ഇറങ്ങിയപ്പോ ചിതറിയോടിയ മുശ്രിക്കുകൾ 2ാമത് പുനഃസംഘടിച്ച് സെക്കൻഡ് ടൈം അവർ ടീമായി ആ മലമുകളിലൂടെ താഴെ ആയുധം താഴെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് മുശ്രിക്കുകൾ വിട്ടുപോയ ഗനീമത്ത് സ്വത്തെല്ലാം കളക്ടാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന മുസ്ലിമീങ്ങൾക്ക് നേരെ പെട്ടെന്ന് അതിന്റെ മുകളിൽ ആക്രമണം ഉണ്ടായി. പിന്നെയാണ് ജയിച്ച യുദ്ധം തോക്കുന്നത്. നമ്മൾ കേട്ടത് ഉഹുദ് തോറ്റു എന്നാണ്. ഉഹുദ് തോക്കുന്നത് റസൂലുള്ളാഹിന്റെ ആ വാക്ക് തെറ്റിച്ചതുകൊണ്ടാണ്. ജയിച്ചതാണ് ആദ്യം. അതിന്റെ മുകളിൽ നിന്ന് ആക്രമണം കിട്ടിയപ്പോ മുസ്ലിമീങ്ങൾ പേടിച്ചു, പരിഭ്രാന്തരായി. 4 ഭാഗത്തേക്ക് മുസ്ലിമീങ്ങൾ ഓടി. ആരാണ് നമ്മൾ ആക്രമിക്കുന്നത് എന്ന് പോലും അവർക്കറിഞ്ഞില്ല. 650-700 സഹാബികളുടെ കൂട്ടത്തിൽ 14 ആള് മാത്രമേ ബാക്കിയായി. ബാക്കി എല്ലാവരും ഓടി. 14 ആള് മാത്രം റസൂലിനെ നടുവിൽ നിർത്തിയിട്ട് അവരിങ്ങനെ റൗണ്ടാക്കിയിട്ട് നിന്നു. ഞങ്ങളെ നബി ഞങ്ങളൊന്നും വിട്ടുകൊടുക്കൂല. നമ്മുടെ റസൂല് മരിച്ചു എന്നുള്ള വാർത്ത പറയുന്നത് ഉഹുദിലാണ്. നമ്മുടെ റസൂലിന്റെ മുൻ പല്ല് പൊട്ടിയത് ഉഹുദിലാണ്.
നമ്മുടെ റസൂലിന്റെ മുഖത്ത് മരിക്കുവോളം മാറാത്ത മുഖത്തേക്ക് മുറിവ് പറ്റിയത് ഉഹദിലാണ്. ഉഹദിന്റെ പൊടിയടങ്ങിയപ്പോ പിന്നെ കണ്ടത് ഒരു ജയിച്ച യുദ്ധം മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ 70 നേതാക്കന്മാരായ സ്വഹാബികൾ മരിച്ചില്ല. ഉഹദിൽ 70 നേതാക്കന്മാർ. ഒന്ന് റസൂലുള്ളാഹിന്റെ അളപ്പ ബദർ യുദ്ധം ജയിപ്പിച്ച സഹാബി ഹംസ റളിയല്ലാഹു അൻഹു, ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്. സിംഹം എന്നാണ് ഹംസാന്റെ പേരെന്നെ റളിയല്ലാഹു അൻഹു. സിംഹം നേർക്ക് നേരെ വന്നിട്ട് ഹംസ റളിയല്ലാഹു തൊടാൻ വന്ന് ഒരാണുമോനും ഉണ്ടായിട്ടില്ല. പക്ഷേ ചതിയിലൂടെ ചാട്ടൂളി എറിഞ്ഞ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കുതിരപ്പുറത്ത് ഇങ്ങനെ വരുമ്പോ അവര് കൊന്നു താഴേക്കിട്ടു. മരിച്ചു വീണു ഹംസ. മരിച്ചിട്ടും അവർ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വിട്ടില്ല. ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും അവർ പീസാക്കിയിട്ട് മയ്യത്തിനോട് അവർ മാന്യത കാണിക്കാതെ പെരുമാറി. റസൂലുള്ളാഹി അലൈഹി വസല്ലം സങ്കടപ്പെട്ടു തന്റെ എളാപ്പാന്റെ മയ്യത്ത് കണ്ടിട്ട്. ചരിത്രം അദ്ദേഹത്തിന് പേര് കൊടുത്തു സയ്യിദു ശുഹദ. ഇങ്ങനെ ഒരു രക്തസാക്ഷി ദീനുൽ ഇസ്ലാമിൽ വേറെ ആരും ആയിട്ടില്ല. ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണ് ആ കിടക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇത്ര അനുഗ്രഹീതമായ ഇത്ര മഹത്വമുള്ള ഒരു ഖബർ ദീനുൽ ഇസ്ലാമിൽ വേറെ ഇല്ല. സഹാബികളുടെ കൂട്ടത്തിൽ പ്രധാനി, റസൂലുള്ളാഹിന്റെ എളാപ്പ, രക്തസാക്ഷികളുടെ നേതാവ്. മയ്യത്ത് ഖബർ നോക്കൂ നിങ്ങൾ, അവിടെ പച്ചത്തുണിയില്ല, അവിടെ കത്തിക്കാൻ വിളക്ക് വെച്ചിട്ടില്ല, അവിടെ പൂവെറിയുന്നില്ല, അവിടെ ഓതിക്കൊടുക്കാൻ ആളെ നിർത്തിയിട്ടില്ല, അവിടെ ഓതിയാൽ എറിയാനും ഇടാനും പൈസ പണ്ടാരപ്പെട്ടി വെച്ചിട്ടില്ല. എന്നാൽ സിയാറത്ത് ഇവിടെ മനോഹരമായി നടക്കുന്നുണ്ട്. സലാം പറയുന്നു, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അവരോടൊപ്പം നമ്മളെയും അള്ളാഹു സ്വർഗത്തിലാക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ തേടുന്നു. ശരഈയായ സിയാറത്ത് ഇവിടെ നടക്കുന്നു. ശിർക്കിയായ ഒരു പരിപാടി ഇവിടെ നടക്കുന്നില്ല. ഏറ്റവും പച്ചവിരിക്കാൻ യോഗ്യതയുള്ള ഒരു ഖബറാണെങ്കിൽ ഈ ഖബറാണ്. ഏറ്റവും കൂടുതൽ പൂവറിയാൻ യോഗ്യതയുള്ള ഖബറാണെങ്കിൽ ഈ ഖബറാണ്. ഏറ്റവും നന്നായി വിളക്ക് കത്തിക്കാൻ പറ്റിയ ഒരു ഖബറുണ്ടെങ്കിൽ ഈ ഖബറാണ്. എന്താ ഇവിടെ ഇല്ലാത്തത്? ഇവിടെ ദീന് പഠിപ്പിച്ച ഒരു നേതാവുണ്ട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂല് ഖബർസ്ഥാനിൽ അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ചാക്ക് സിമന്റിന് കുറവ് പൈസ ഇല്ലാത്തതുകൊണ്ടായി സർക്കാരിന്. ആ ഖബർ അലങ്കരിക്കാൻ ടൈൽസ് ഇട്ട് പൊന്തിക്കാൻ ഈ സർക്കാരിന് പണമില്ലാത്തതുകൊണ്ടാ എന്തേ ഖബർ അങ്ങനെ കിടക്കുന്നത്? ഇസ്ലാമിന്റെ നിയമം ഭൂമിയിൽ നിന്ന് ഒരു ചാണിലധികം ഖബർ ഉയർത്താൻ പാടില്ല. നമ്മുടെ നാട്ടിലെ ചില ഖബറൊക്കെ ഉണ്ട്, വലിയ പൈസക്കാരന്റെ മോളെ മണിയറ പോലെ. മണിയറ പോലെ ഖബർസ്ഥാനെ അലങ്കരിച്ചിരിക്കുന്നു. എന്ത് ചന്തമാണ് ഖബർസ്ഥാനെ കാണാൻ! അത്ര മനോഹരമായി ഖബർസ്ഥാനെ അലങ്കരിക്കുന്ന സ്വഭാവം അത് ജൂതന്റെ സംസ്കാരമാണ്, അത് ക്രിസ്ത്യാനികളുടെ സംസ്കാരമാണ്. മുസ്ലിമീങ്ങളുടെ ഖബർ ഇങ്ങനെ. ഹംസ റളിയല്ലാഹു അൻഹു സലാം പറയും, അസ്സലാമു അലൈക യാ സയ്യിദു ശുഹദാ ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു വ ഇന്നാ ഇൻഷാ അല്ലാഹ് ബികും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലക്കും അൽ ആഫിയ. അദ്ദേഹത്തിന്റെ അടുത്ത് വേറൊരു ഖബറും കൂടിയുണ്ട്. അത് റസൂലുള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട ഒരു സഹാബി മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണ്. മുസ്അബ് ബിൻ ഉമൈർ എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട സഹാബിയാണ്. മക്കത്ത് നിന്ന് ഹിജ്റ ചെയ്ത് മദീനത്തേക്ക് വന്ന സഹാബി, മക്കക്കാരനാണ്, വലിയ പൈസക്കാരനാണ് മുസ്അബ്. മുസ്അബിന്റെ ഉമ്മാന്റെ അന്നുണ്ടായ അത്ര പണം ഒരാളിൽ ഉണ്ടായിട്ടില്ല. മുസ്അബ് സഹാബികൾക്ക് ആർക്കും ഡ്രസ് ഇല്ലാത്ത കാലത്ത് ദിവസവും 3 നേരം ഡ്രസ് ഇടുന്ന ആളാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു. മുസ്അബ് ഉപയോഗിക്കുന്ന സുഗന്ധത്തിന്റെ മണം കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് അടിച്ചു വീശും. മുസ്അബ് ഒരു വഴിയിൽ വരുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയും. മുസ്അബിലെ പോയിട്ടുണ്ട്, മുസ്അബിലെ വരുന്നുണ്ട്. കാണാൻ സുന്ദരൻ, സുമുഖൻ, ഏതൊരു പെണ്ണിന്റെയും അന്നത്തെ ആഗ്രഹമാണ് മുസ്അബിനൊന്ന് പുതിയ പ്ലേറ്റ് കിട്ടണം. അത്ര സുന്ദരനാണ് മുസ്അബ്. ഇസ്ലാം സ്വീകരിച്ചു. കുടുംബക്കാർ പറഞ്ഞു, ഇസ്ലാം സ്വീകരിച്ചെങ്കിൽ കുടുംബത്തിന്ന് പുറത്ത്, സ്വത്തുനിന്ന് ഒരു ഉറുപ്പ എനിക്ക് തരാല, എനിക്കൊന്നും വേണ്ട, എനിക്ക് അല്ലാഹു റസൂലും മതി. മുസ്അബ് കുടുംബത്തിൽ നിന്ന് പടിയടിച്ച് പൊണ്ടം വെക്കപ്പെട്ടു, പുറത്താക്കി മുസ്അബിനെ. അല്ലാഹു റസൂലിനെ മുറുക്കി പിടിച്ചു, ബാക്കി എല്ലാം ഒഴിവാക്കി. മക്കത്തിന് മദീനയിലേക്ക് ഹിജ്റ വന്നു. ഇവിടെ ഒരുപാട് കാലം ദീന് ദഅവത്ത് നടത്തി. ബദർ യുദ്ധത്തിലേക്ക് വന്ന്, ഉഹദിലേക്കും വന്ന്. ഉഹദിൽ മുസ്അബ് റളിയല്ലാഹു അൻഹു മരിച്ചു. മരിച്ചെങ്കിൽ ഞങ്ങള് റസൂലിനോട് സഹാബികൾ വന്നിട്ട് പറയാൻ, നബിയെ ഒരു മയ്യത്തുണ്ട് നബിയെ, തലഭാഗത്തേക്ക് തുണി വലിക്കുമ്പോ കാല് പുറത്താന്ന് നബിയെ, കാല് ഭാഗത്തേക്ക് തുണി ഇറക്കുമ്പോ തല പുറത്താന്ന് നബിയെ, ഞങ്ങൾ എങ്ങനെയാണ് കഫൻ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു തരുമോ? റസൂൽ മയ്യത്ത് നോക്കാൻ വേണ്ടി വന്നു. നോക്കുമ്പോക്ക് മുസ്അബ് റളിയല്ലാഹു അൻഹു, റസൂൽ അത്ഭുതപ്പെട്ടു. ദീൻ സ്വീകരിക്കുന്നതിന് മുമ്പ് ദിവസവും 3 നേരം ഡ്രസ് ഇട്ട മുസ്അബിന്
ദീൻ സ്വീകരിച്ചപ്പോ ശരീരം മുഴുവനായി പുതക്കാൻ ഒരു കഫൻ തുണിയില്ലാത്ത അവസ്ഥ. കരഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനിനു വേണ്ടി അവർ സഹിച്ചു നോക്കുകൾ എല്ലാം ഒഴിവാക്കി. ഒന്നും കിട്ടിയില്ല, പ്രശ്നമല്ല, എനിക്ക് അള്ളാഹു റസൂലും മതി. അത് വലിയ ഈമാനാണ്. ആമിർ സാഹിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണ് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ തൊട്ടടുത്ത് കിടക്കുന്നത്. സലാം പറയണം. അസ്സലാമു അലൈക യാ അസ്ഹാബി റസൂലില്ലാ മുസ്അബ് ബിൻ ഉമൈർ വഇന്നാ ഇൻഷാ അല്ലാഹ് ബികും ലാഹിഖൂൻ നസ്അലുല്ലാഹ് ലനാ വലക്കും അൽ ആഫിയ യഗ്ഫിറുല്ലാഹ് ലനാ വലക്കും. നിങ്ങൾ അവസാനം കണ്ട ഒരു മതിൽ കണ്ടില്ലേ, ലാസ്റ്റ് ഇതിന്റെ ഉള്ളിൽ തന്നെ അത് വലിയ ഖബറാണത്. എല്ലാവരെയും 3 മയ്യത്താണ് ഇവിടെ ഉള്ളത്. ബാക്കി എല്ലാ മയ്യത്തും ഒന്നിച്ച് 70 ആൾ മരിച്ചു. എല്ലാവരെയും ഒന്നിച്ച് വലിയ ഖബറടക്കം ചെയ്തു. അതാണ് അവസാനത്തുള്ളത്. ഉഹദിൽ ഷഹീദായ എല്ലാ രക്തസാക്ഷികളും അതിന്റെ ഉള്ളിലുണ്ട്. അവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും പറയണം. അസ്സലാമു അലൈക്കും യാ അഹ്ല ഉഹദ് വഇന്നാ ഇൻഷാ അല്ലാഹ് ബികും ലാഹിഖൂൻ നസ്അലുല്ലാഹ് ലനാ വലക്കും അൽ ആഫിയ യഗ്ഫിറുല്ലാഹ് ലനാ വലക്കും. ഇവിടുന്ന് നമ്മളൊക്കെ ചിന്തിക്കണം എന്തറിയോ, ഇവിടെ എല്ലാം ജീവിച്ച മനുഷ്യന്മാര് ദീനു വേണ്ടി നല്ലോണം ചെയ്തവരാണ്. ഇവരെല്ലാം കാണാൻ വന്ന നമ്മള് ഖാലിയായ കയ്യിന്റെ ആൾക്കാരാണ്. എന്തുമില്ല നമ്മള്. ഇവരെല്ലാം കണ്ടിട്ട് ഇവരെ പോലെ ആകാൻ വേണ്ടിട്ട് നമ്മളൊന്ന് ശ്രമിക്കണം. ഇവരെ കോപ്പി അടിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇവരെ പോലെ ആവാൻ നമ്മളൊക്കെ ആവൂല. അവര് കൊടുത്ത പോലെയും അവര് ചെയ്ത പോലെയും ചെയ്യാൻ നമ്മളെ കൊണ്ടാവൂല. അവർ റസൂൽ പറഞ്ഞതാ, നിങ്ങൾക്ക് എത്രയെങ്കിലും നിങ്ങൾ ഓരോരുത്തേക്ക് എത്തല. പക്ഷേ അവരെ കോപ്പി അടിക്കാൻ ആവുന്നത്ര ഒരു ഫോട്ടോസ്റ്റാറ്റ് പോലെ അവരുടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് ആവാൻ ഒരു ശ്രമം നമ്മൾ നടത്തണം. എന്റെ ഒന്നും കയ്യിൽ എന്തുമില്ല എന്നുള്ള ഒരു ബോധം നമുക്ക് വേണം. നമ്മളെല്ലാം വിചാരം കണ്ടെങ്കിൽ എന്തറിയോ, ഞാനെല്ലാം സ്വർഗത്ത് പോയില്ലെങ്കിൽ പിന്നെ ആരാ സ്വർഗത്ത് പോക്കുന്നുള്ള നമ്മളെ നിലപാട്. നാട്ടിൽ ഞാനാണ് മെയിൻ, ഞാനാണ് ആദ്യം സ്വർഗത്തിൽ. നമ്മളെ കയ്യിലൊന്നൊന്നുമില്ല, കാലിയാണ് നമ്മളെ കൈ. പടച്ചോന്റെ റഹ്മത്ത് നമ്മളെ ചുറ്റി പൊതിഞ്ഞില്ലെങ്കിൽ നമ്മളെല്ലാം കാര്യം വലിയ സങ്കടമാണ്. അള്ളാഹു ഈ മഹാന്മാരോടൊപ്പം സ്വർഗത്തിൽ അയൽവാസികളായി കഴിയാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവർ കാട്ടിത്തന്നൊരു മാർഗമുണ്ട്. ആ മാർഗത്തിൽ തൗഹീദിന്റെ മാർഗമാണത്, സുന്നത്തിന്റെ മാർഗമാണത്, സുന്നത്ത് തെറ്റിക്കാത്ത മാർഗമാണത്. ആ മാർഗത്തിൽ നമ്മൾ മരിക്കുവോളം അടിയുറച്ച് ജീവിക്കണം. എന്തും അള്ളാഹു റസൂലും പറഞ്ഞ അതിന്റെ അപ്പുറത്തേക്ക് പറയൊന്നുമില്ല. ആര് തന്നെയായാലും അള്ളാഹു റസൂലും പറഞ്ഞ അതിന്റെ അപ്പുറത്തേക്ക് എടുക്കാൻ പാടില്ല. അതാണ് ഇവിടുന്ന് കൊണ്ടുപോകേണ്ട ഈമാൻ. അള്ളാഹു ആ ഈമാനുമായി മടങ്ങാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.